പ്രിയകുട്ടികളെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. പിന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് പോർഷൻസ് വീതം ഇനിയും പഠിക്കാനുണ്ട്. കാരണം ഞാൻ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒഴിവാക്കിയാണ് പഠിപ്പിച്ചത്. ഇനി പക്ഷേ അത് പഠിപ്പിക്കണമെന്നാണ് ഇപ്പോൾ അറിവ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും കുറേശ്ശെ പോർഷൻസ് വീണ്ടും പഠിപ്പിക്കാനുണ്ട്. അത് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ തുടരും. ഇതിൽ നമുക്ക് എത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? നമുക്ക് 9 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കും. പിന്നെ ഇവിടെ ഞാൻ തെറ്റിട്ടേക്കണത് ഇപ്പോൾ ഡിലീറ്റഡ് ടോപ്പിക്സ് ആയിട്ട് തന്നിരിക്കുന്നതാണ് ഈ 8ാമത്തേത്, അതുപോലെ തന്നെ ഈ 3ാമത്തേൻ്റെ ഈ 2ാമത്തെ ഭാഗവും. പക്ഷേ ഈ ചാപ്റ്റർ ഞാൻ മൊത്തം കൊണ്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ മൊത്തം പഠിച്ചതാണ്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിനകത്ത് മൊത്തം പഠിച്ചതാണ്. പിന്നെ ഇടയ്ക്കത്തെ ചാപ്റ്ററുകളാണ് മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ലീനിയർ പ്രോഗ്രാമിങ്, പിന്നെ ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. അങ്ങനെ 5 ചാപ്റ്ററിലാണ് ഡിലീറ്റഡ് ടോപ്പിക്സ് ഞാൻ ഒഴിവാക്കി പഠിപ്പിച്ചത്. ഇനി അതും കൂടി പഠിക്കണം. ആദ്യത്തെ ചാപ്റ്ററിലും ലാസ്റ്റ് ചാപ്റ്ററിലും എല്ലാം പഠിപ്പിക്കുകയാണ്. 1ാമത്തെ കാര്യം, ആൻ ഇക്വേഷൻ ഇൻവോൾവിങ് എക്സ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ ഡി ക്യൂ വൈ ബൈ ഡി എസ് ക്യൂബ് എക്സെട്ര ഈസ് കോൾഡ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനകത്ത് എക്സ് കാണും, വൈ കാണും, ഡി വൈ ബൈ ഡി എസ് കാണും, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണും, ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണും, ഡി ക്യൂ വൈ ബൈ ഡി എസ് ക്യൂബ് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണും. ഇതിലേതെങ്കിലും ഡെറിവേറ്റീവ് കാണും. പിന്നെ എക്സും കാണും, വൈയും കാണും. എല്ലാത്തിലും എക്സും വൈയും വേണമെന്നില്ല. ചിലതിൽ എക്സ് മാത്രമായിരിക്കും, ചിലതിൽ വൈ മാത്രമായിരിക്കും. അങ്ങനെയൊക്കെ കാണും. ഇതിലേതെങ്കിലുമൊക്കെ കാണുന്ന ഇക്വേഷൻ്റെ പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Order of a differential equation is the order of the highest derivative occurring in the differential equation. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ഓർഡർ ഉണ്ട്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ കാണാൻ പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വന്നിരിക്കുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കണം. അതിൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കണം. ആ ഓർഡർ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറായിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഡി ക്യൂ വൈ ബൈ ഡി എസ് ക്യൂബും കിടപ്പുണ്ട്, ഡി വൈ ബൈ ഡി എക്സും കിടപ്പുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ്, ഇത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. ഇതിലേതാണ് ഹൈയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്? ഈ തേർഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. അപ്പോൾ നമ്മുടെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 3 നമ്മൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ? നിങ്ങൾക്ക് മനസ്സിലായത്? ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതാണോ ഉള്ളതെന്ന് നോക്കി അതിൻ്റെ ഓർഡർ എന്താണോ അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറായിട്ട് എടുക്കുന്നു. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷന് ഡിഗ്രി ഉണ്ട്. ഡിഗ്രി കാണുമ്പോഴാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഒക്കറിങ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഒരു ഹയസ്റ്റ് ഡെറിവേറ്റീവ് കാണും. ചിലപ്പോൾ ഫസ്റ്റ് ഓർഡർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ 1 ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ്. ഓർഡർ ഹയസ്റ്റ് ആയിട്ട് എടുക്കണം 1. ചിലപ്പോൾ ഫസ്റ്റ് ഓർഡറും കാണും, സെക്കൻഡ് ഓർഡറും കാണും. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ എടുക്കുക എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവിന് ഓൾറൈസ്റ്റ് എത്രയെന്ന് നൽകുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉള്ളത് എങ്കിൽ ആ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയറിന് ഓൾറൈസ്റ്റുമായിട്ട് 2ഓ 3ഓ ചിലപ്പോൾ 1 ആയിരിക്കും. അതിലേതാണോ കിടക്കുന്നത് ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ എടുക്കുമ്പോൾ ആ പവറാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതാണോ വന്നത് എന്ന് നോക്കുക, അതിൻ്റെ പവർ എടുക്കുക, അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതാണോ വന്നതെന്ന് നോക്കുക, അതിൻ്റെ ഓർഡർ നോക്കുക, അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ. ഓർഡറും ഡിഗ്രിയും കാണാനായിട്ട് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അതിലെ ഡെറിവേറ്റീവ് ഒക്കെ ശ്രദ്ധിക്കുക. അതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക, അതിൽ വന്നിരിക്കുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഓർഡർ നോക്കുക, അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറായിട്ട് പറയും. ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത്
ഒന്നിൽ കൂടുതൽ ഡെറിവേറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക. ഒരെണ്ണേ വന്നിട്ടുള്ളൂവെങ്കിൽ അതിൻ്റെ മാത്രം നോക്കിയാൽ മതി. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ നോക്കുക. ഓൾ റേസ്ഡ് ആയിട്ട് dy/dxനോ d²y/ds²നോ അതിന് ഓൾ റേസ്ഡ് ആയിട്ട് എന്ത് വന്നു എന്ന് നോക്കുക. ആ പവറാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. If any one of the derivative occur in a non-polynomial form, then the degree of the differential equation is not defined. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഡിഗ്രി ഇല്ല. ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് ആൻസർ കൊണ്ടുവരും. പക്ഷേ ഓർഡർ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട്. ഡിഗ്രിക്കാണ് പ്രശ്നം. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഏതെങ്കിലും അതിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് നോൺ പോളിനോമിയൽ ഫോമിൽ വന്നാൽ എന്ന് പറഞ്ഞാൽ റൂട്ടിനകത്ത് വരികയോ dy/ds രൂപങ്ങൾ 1/, ആയിട്ട് വരികയോ dy/ds രൂപങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പോളിനോമിയൽ ഫോമിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നോൺ പോളിനോമിയൽ ഫോമിൽ വന്നാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതണം. ഇഫ് എനി വൺ ഓഫ് ദ ഡെറിവേറ്റീവ് ഒക്കർ ഇൻ എ ഡിഫറൻഷ്യൽ equation in a non-polynomial form, then the degree of the differential equation is not defined. 4. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് നോൺ പോളിനോമിയൽ ഫോമിൽ വന്നാൽ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻസർ നോട്ട് ഡിഫൈൻഡ് എന്നാണ് എഴുതേണ്ടത്. Solution of a differential equation is a functional relationship between the variables involved such that dependent variable y and its derivative dy/ds, d²y/ds², etc. must satisfy the given differential equation. ഇതൊക്കെ വായിക്കുമ്പോൾ വലിയ ആനയും കുതിരയുന്നതും പ്രോബ്ലം ചെയ്യുന്നതും സിമ്പിളാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ ചോദിക്കും. സൊല്യൂഷൻ കാണാൻ ചോദിക്കാൻ അത് ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസാണ്. അതായത് എക്സും വൈയുമാണ് രണ്ട് വേരിയബിൾസ്. വൈ എന്ന് ഈ dy/ds എന്ന് പറയുമ്പോൾ വൈയുടെ ഡിഫറൻഷ്യൽ കാണുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ്. അപ്പോൾ വൈ എക്സിനെ ആശ്രയിക്കുന്നു. അപ്പോൾ വൈ ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയും അതിൻ്റെ ഡെറിവേറ്റീവ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസാണ് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Solution of a differential equation is a functional relationship between the variables involved. വേരിയബിൾസ് എക്സും വൈയും ആണ്. എക്സും വൈയും നമ്മളൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പക്ഷേ ആ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, അതായത് ആ സൊല്യൂഷൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇറ്റ്സ് ഡെറിവേറ്റീവ്സും മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, അതിൽ നിന്ന് നമ്മൾ ആ കിട്ടുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ നമ്മുടെ ചോദ്യമായിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാൻ ചോദിച്ചാൽ സൊല്യൂഷൻ രണ്ട് തരമുണ്ട്. ജനറൽ സൊല്യൂഷനും ഉണ്ട്, പർട്ടിക്കുലർ സൊല്യൂഷനും ഉണ്ട്. ജനറൽ സൊല്യൂഷനകത്ത് എന്ത് കാണും? ആർബിട്രറി കോൺസ്റ്റൻസ് കാണും. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, അങ്ങനെ ആർബിട്രറി കോൺസ്റ്റൻസ് കാണും. ഇഷ്ടമുള്ള വിലകൾ സ്വീകരിക്കാവുന്ന കോൺസ്റ്റൻസ് കാണും. അങ്ങനെയുള്ള സൊല്യൂഷൻ്റെ പേരാണ് ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് വരുന്നോ അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 2 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ അതിനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉറപ്പായിട്ടും കാണും. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 1 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ അതിനകത്ത് 1 ആർബിട്രറി കോൺസ്റ്റൻറ്റേ കാണുള്ളൂ. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ഇൻ ദി ജനറൽ സൊല്യൂഷൻ. സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ജനറൽ സൊല്യൂഷൻ തന്നെയാണ് കാണുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻ പറഞ്ഞാൽ മാത്രമേ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുള്ളൂ. വെറുതെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. Particular solution of a differential equation is obtained by giving particular values to the arbitrary constants in the general solution. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച ശേഷം
മാത്രമേ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ പറ്റുകയുള്ളൂ. ജനറൽ സൊല്യൂഷൻ കാണുമ്പോൾ അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് കാണും. നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എത്രയാണോ അത്രയും ആർബിട്രറി കോൺസ്റ്റൻസ് ജനറൽ സൊല്യൂഷനിൽ കാണും. പിന്നെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ എക്സിന് ഇന്ന വില കൊടുക്കുക, വൈക്ക് ഇന്ന വില കൊടുക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ തന്നെ കാര്യങ്ങൾ തരുന്നുണ്ട്. ആ വില നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ കറക്റ്റ് വില നമുക്ക് കിട്ടിക്കോളും. ആ ആർബിട്രറി കോൺസ്റ്റൻസിന് വരുന്ന കറക്റ്റ് വില ഇട്ടുകൊണ്ട് ആ ജനറൽ സൊല്യൂഷൻ ഒന്നുകൂടി എഴുതുമ്പോൾ ഇനി മുതൽ ആ ജനറൽ സൊല്യൂഷൻ അറിയപ്പെടുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ്. Particular solution of a differential equation is obtained by giving particular values to the arbitrary constants in the general solution. ഒരു പ്രത്യേക വാല്യൂസ് ആർബിട്രറി കോൺസ്റ്റൻസിന് കൊടുക്കുമ്പോൾ ആ ജനറൽ സൊല്യൂഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നറിയപ്പെടുന്നു. ആ പ്രത്യേക വാല്യൂസ് നമ്മൾ തോന്നുന്നത് കൊടുക്കുകയല്ല, ക്വസ്റ്റ്യനിൽ അതിനുള്ള സൂചനകൾ കാണും. അങ്ങനെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച ശേഷം ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൂചനകൾ വെച്ച് നമുക്ക് നിസ്സാരമായിട്ട് ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. ആ വിലയിട്ട് ജനറൽ സൊല്യൂഷൻ ഒന്നോടെ എഴുതി കഴിയുമ്പോൾ ഇത് പർട്ടിക്കുലർ സൊല്യൂഷനായി മാറിക്കോളും. ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇഫ് ദി ഇക്വേഷൻ ഓഫ് ദ ഗിവൺ ഫാമിലി ഓഫ് കർവ്സ് കണ്ടെയ്ൻസ് n ആർബിട്രറി കോൺസ്റ്റൻസ്, അതായത് ഒരു ഫാമിലി ഓഫ് കർവ്സിനകത്ത് n ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ കർവ്സിൻ്റെ ഇക്വേഷൻ്റെ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണേണ്ടത്. അപ്പോൾ അതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഉണ്ടെന്ന് നോക്കുക. അതിൽ n ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ദ ഗിവൺ ഇക്വേഷൻ n ടൈംസ്. 2 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ദ ഗിവൺ ഇക്വേഷൻ 2 ടൈംസ്. ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ ഉള്ളെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ദ ഗിവൺ ഇക്വേഷൻ 1 ടൈം ടു ഒബ്റ്റെയിൻ n മോർ ഇക്വേഷൻസ്. അപ്പോൾ n ആർബിട്രറി കോൺസ്റ്റൻസ് ഉള്ളപ്പോൾ n പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ഫാമിലി കർവ്സ് ഇക്വേഷൻ 1, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 2, ഒന്നുകൂടെ ചെയ്യുമ്പോൾ ഇക്വേഷൻ 3, അങ്ങനെ പോയി n പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ആദ്യത്തെ ഇക്വേഷനോട് കൂട്ടി n+1 ഇക്വേഷൻ കിട്ടും. യൂസിങ് ഓൾ ദീസ് n+1 ഇക്വേഷൻസ് എലിമിനേറ്റ് ദി ആർബിട്രറി കോൺസ്റ്റൻസ്. അങ്ങനെയുള്ള എല്ലാ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻസിനെ നമ്മൾ ഒഴിവാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർമേറ്റ് ചെയ്യേണ്ടത്. ഇനി ടൈപ്പ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ മെത്തേഡ് ഓഫ് സോൾവിങ് ദം, അതും കൂടിയാണ് നോട്ടിലാകെ പഠിക്കാനുള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്ര സൈസുണ്ട്, അത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്ര ടൈപ്പ് ഉണ്ട്, അവ എങ്ങനെ സോൾവ് ചെയ്യാം. വേരിയബിൾ സെപ്പറബിൾ VS എന്നാണ് സൂചിപ്പിക്കുന്നത്. വേരിയബിൾ സെപ്പറബിൾ പ്രോബ്ലത്തിൻ്റെ ഇടയ്ക്ക് VS എന്നാണ് എഴുതുന്നത്. V കുത്തിട്ടിട്ട് S. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രിയിൽ വേരിയബിൾ സെപ്പറബിൾ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ എക്സിൻ്റെ കാര്യങ്ങളും dxഉം ഒരു സൈഡും വൈയുടെ കാര്യങ്ങളും dyയും മറു സൈഡും ആക്കി എഴുതാൻ നമുക്ക് സാധിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പേരാണ് വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സിൻ്റെ ഫംഗ്ഷൻ്റെ കൂടെ dxഉം വൈയുടെ ഫംഗ്ഷൻ്റെ കൂടെ dyയും രണ്ട് സൈഡിൽ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പേരാണ് വേരിയബിൾ സെപ്പറബിൾ. അങ്ങനെ മാറ്റി എഴുതിയ ശേഷം ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് ആൻഡ് കീപ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ഓൺലി വൺ സൈഡ്. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു സൈഡിൽ മാത്രം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കുക. അന്നേരം നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടും. കണ്ടോ, ജനറൽ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്. ഒരു സൈഡിൽ കോൺസ്റ്റൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. ഒരു സൈഡിൽ കോൺസ്റ്റൻറ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ, ജനറൽ സൊല്യൂഷൻ കാണുമ്പോൾ അതിനകത്ത് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ വരുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളും dxഉം ഒരു സൈഡും വൈയുടെ കാര്യങ്ങളും dyയും മറു സൈഡും എല്ലാ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റില്ല, ചിലതിൽ നിന്ന് പറ്റും. അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പേരാണ് വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിളാണ് ഏറ്റവും എളുപ്പമുള്ളത്. അതാണെന്ന് അറിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് എന്ന് എഴുതിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒരു സൈഡിൽ മാത്രം കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ അവിടുത്തെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ആ ആണ്. ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ വരുള്ളൂ, കാരണം ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്.
രണ്ടാമത്തെ ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ പ്രത്യേകത തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് dy/dx സമം ഫങ്ഷൻ ഓഫ് xy എന്ന് എഴുതണം. dy/dx സമം എക്സും വൈയും ഉൾപ്പെട്ട ഫങ്ഷൻ മറു സൈഡിൽ എഴുതണം. അങ്ങനെ എഴുതാൻ പറ്റുന്നത് ആദ്യം ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാലും നമ്മൾ ആദ്യം അത് വേരിയബിൾ സെപ്പറബിൾ ആണെന്ന് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് ഹോമോജീനിയസ് ആണെന്ന് നോക്കും. ഹോമോജീനിയസിൻ്റെ പ്രത്യേകത dy/dx ഫങ്ഷൻ ഓഫ് xy എന്ന് എഴുതാൻ പറ്റണം. എക്സും വൈയും ഉൾപ്പെട്ട വേർതിരിക്കാൻ പറ്റാത്ത എക്സും വൈയും ഒന്നിച്ച് കിടക്കുന്ന ഒരു ഫങ്ഷൻ dy/dx സമം എഴുതാൻ പറ്റണം. അങ്ങനെ ഹോമോജീനിയസ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ y=vs, വൈക്ക് vx എന്ന് കൊടുക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ y എന്തായി dy/dx. ഈ സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ഒരേ കാര്യമാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് dy/dx, ആ സൈഡ് പ്രൊഡക്റ്റ് റൂൾ v ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1, അതാണ് v എന്ന് മാത്രം വന്നത്, പ്ലസ് എക്സ് ഇൻറ്റു വിയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് dv/dx. y=vx-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ പ്രൊഡക്റ്റ് റൂളാണ് RHSൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടി dy/dx v ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് dv/dx. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന കാര്യത്തിലേക്ക് കൊടുക്കുമ്പോൾ dy/dxൻ്റെ സ്ഥാനത്ത് v+x dv/dx എന്നും എക്സും വൈയും ഒന്നിച്ച് കിടക്കുന്ന ഫംഗ്ഷനിൽ y വരുന്നിടത്തെല്ലാം vxും കൊടുത്തു കഴിയുമ്പോൾ ആ ഇക്വേഷൻ ഒരു വേരിയബിൾ സെപ്പറബിളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. വേരിയബിൾ സെപ്പറബിൾ ആയി കഴിയുമ്പോൾ അത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ആവുന്നത് എക്സിലും വിയിലുമാണ്. എക്സിൻ്റെ കാര്യങ്ങളും dx ഒരു സൈഡും വിയുടെ കാര്യങ്ങളും dvയും മറു സൈഡും. അതിന് കുഴപ്പമൊന്നുമില്ല. വേരിയബിൾ സെപ്പറബിൾ ആക്കി കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് ആൻഡ് കീപ്പ് സി കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വൺ സൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസറിൽ വി കിടക്കുവാണ്. നമ്മൾ കണക്ക് ചെയ്ത് കഴിയുമ്പോൾ വിയുടെ സ്ഥാനത്ത് y/x എന്ന് കൊടുക്കുക, വിയുടെ സ്ഥാനത്ത് y/x എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ തീരും. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങനെയാണ്. ഇനി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് രണ്ട് തരമുണ്ട്. ഇത് ഡിലീറ്റഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് വേണമെന്നാണ് പറഞ്ഞാൽ രണ്ടും കൂടെ ഞാൻ പഠിപ്പിക്കുകയാണ്, തെറ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. dy/dx പ്ലസ് py=q ആണ് ഫസ്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. dy/dx പ്ലസ് py=q. ഇവിടെ ഞാനൊരു കാര്യം എഴുതാൻ വിട്ടുപോയി, പുസ്തകത്തിലൊന്നുമില്ല, പക്ഷേ നിങ്ങളത് ഓർക്കണം. ഈ dy/dxൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്നായിരിക്കണം. ഇതിലാണെങ്കിൽ അത് dy/dx നേരെ തിരിഞ്ഞ് dx/dy എന്നാണ്, py മാറി px എന്നാണ്, q ആയിട്ട് തന്നെ. ഇതാണ് രണ്ട് ടൈപ്പ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒന്നിച്ചങ്ങ് പഠിച്ചു പോയാൽ എളുപ്പമുണ്ട്. dy/dx പ്ലസ് py=q, ഇതിലോ dx/dy പ്ലസ് px=q. ഈ പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് എക്സ് ഓർ കോൺസ്റ്റൻസ്. ഇവിടെ പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് വൈ ഓർ കോൺസ്റ്റൻസ്. ഇവിടുത്തെ പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് വൈ ഓർ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് തരം. ഒന്ന് dy/dx പ്ലസ് py=q. p ആൻഡ് q ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ഓർ കോൺസ്റ്റൻസ്. താഴെ വരുന്നത് ഫങ്ഷൻസ് ഓഫ് എക്സ് ഓർ കോൺസ്റ്റൻസ്. മറ്റേത് dx/dy പ്ലസ് px=q. അപ്പോൾ പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് വൈ ഓർ കോൺസ്റ്റൻസ്. ഓർത്തിരിക്കാൻ ഈ മോളിൽ വരുന്ന y ആണ് ഇവിടെ, ഈ താഴെ വരുന്ന x ആണ് ഇവിടെ പറയണത്. ഈ മോളിൽ വരുന്ന x ആണ് ഇവിടെ, ഈ താഴെ വരുന്ന y ആണ് ഇവിടെ പറയണത്. എന്നോട് പറയാം dy/dx പ്ലസ് മോളിൽ വരുന്ന y py=q. അപ്പോൾ പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് ഈ താഴെ വരുന്ന എക്സ് ഓർ കോൺസ്റ്റൻസ്. രണ്ടാമത്തെ dx/dy പ്ലസ് മോളിൽ വരുന്ന എക്സ് px=q. അപ്പോൾ പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് ഈ താഴെ വരുന്ന y ഓർ കോൺസ്റ്റൻസ്. രണ്ടിലും ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ IF കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ IF എന്നാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതുള്ളൂ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കണം. IF എന്ന് പറയുന്നത് e⁻p dx. താഴെ വരുന്നു e⁻p dx. dx എടുക്കാൻ കാര്യം p എക്സിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് dx. ഇവിടെ IF എന്താണ് e⁻p dy, കാരണം p ഫംഗ്ഷൻ ഓഫ് y ആയതുകൊണ്ട് p dy.
അങ്ങനെ ഓർത്തിരിക്കുക. ഐ എഫ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ് ഇത്. പി ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ട് പിയുടെ കൂടെ ഡി എക്സ്, ഇവിടെ പി ഫംഗ്ഷൻ ഓഫ് വൈ ആയതുകൊണ്ട് പിയുടെ കൂടെ ഡി വൈ. സൊല്യൂഷൻ ഈസ് വൈ ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. ഇതിൽ മുഴുവൻ ഡി എക്സ് ആണ്. വൈ ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. അപ്പോൾ ഇതിലോ എക്സ് ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി വൈ പ്ലസ് സി. എല്ലാം തിരിഞ്ഞാണ്. എക്സ് ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി വൈ പ്ലസ് സി. ഈ ടൈപ്പ് പ്രോബ്ലം വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. ഇതാണ് മെയിനായിട്ട് വരുന്നത്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യത്തെ ടൈപ്പ് ഡി വൈ ബൈ ഡി എസ് പ്ലസ് പി വൈ സമം ക്യൂ. പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ഓർ കോൺസ്റ്റൻസ്. ഐ എഫ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. സൊല്യൂഷൻ വൈ ഇൻറ്റു ഐ എഫ് ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. ബ്രാക്കറ്റ് വേണം. വൈ ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. രണ്ടാമത്തെ ടൈപ്പ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഈസ് ഇക്വൽ ടു ക്യൂ. പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് വൈ ഓർ കോൺസ്റ്റൻസ്. ഐ എഫ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ. പി ഫങ്ഷൻ ഓഫ് വൈ ആയതുകൊണ്ട് സൊല്യൂഷൻ എക്സ് ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി വൈ പ്ലസ് സി. എക്സ് മോളിൽ കിടക്കുന്ന എക്സ് തുടങ്ങി. എക്സ് ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് താഴെ കിടക്കുന്ന ഡി വൈ പ്ലസ് സി. ഇങ്ങനെ ഓർത്തിരിക്കുക. ഇതിലങ്ങനെയല്ലേ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പിയുടെ കൂടെ മുകളിൽ കിടക്കുന്ന വൈ സമം ക്യൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് താഴെ കിടക്കുന്ന എക്സ് കോൺസ്റ്റൻസ്. അത് വെച്ച് നിങ്ങൾ ഐ എഫ് ഓർക്ക് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി എക്സിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് പി ഡി എക്സ്. സൊല്യൂഷൻ പറഞ്ഞവർക്ക് മോളിൽ കിടക്കുന്ന വൈയെ തുടങ്ങുക. വൈ ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ്. ആ കൂടെ താഴെ കിടക്കുന്ന ഡി എക്സ് പ്ലസ് സി. ഈ വൈ മോളിൽ കിടക്കുന്നത്, ഈ ഡി എക്സ് താഴെ കിടക്കുന്നത്. അങ്ങനെ അവർക്ക് അപ്പോൾ ഇതിലും അതെ, ഈ എക്സ് തുടങ്ങുന്നത് മോളിൽ കിടക്കുന്നതില്ല. എക്സ് ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ്. ആ കൂടെ താഴെ കിടക്കുന്ന ഡി വൈ പ്ലസ് സി. രണ്ടാമത്തെ ടൈപ്പ് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഈസ് ഇക്വൽ ടു ക്യൂ. പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് ഐ ഓർ കോൺസ്റ്റൻസ്. അവിടുത്തെ ഐ എഫ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ. കാരണം പി ഫങ്ഷൻ ഓഫ് വൈ ആയതുകൊണ്ട് അവിടുത്തെ സൊല്യൂഷൻ എക്സ് ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി വൈ പ്ലസ് സി. ഇത്രയാണ് ഈ പാഠത്തിൽ നോട്ട് പഠിക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ഇക്വേഷനകത്ത് ഡി വൈ ബൈ ഡി എക്സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയറോ എക്സോ വൈയോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എക്സും വൈയും മാത്രം ഉണ്ടായാൽ പോരാ. ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ അല്ലെങ്കിൽ ഡി റൈസ് ടു 4y ബൈ ഡി എസ് റൈസ് ടു 4 അതിലേതെങ്കിലും വേണം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നറിയപ്പെടും. ഡെറിവേറ്റീവ് വേണം ഇക്വേഷനകത്ത്. അത്രയേ ഉള്ളൂ. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്. അപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പോൾ അതിനകത്ത് ഈ രൂപങ്ങളിൽ ഏതെങ്കിലും കാണും. ഇത് രണ്ടുമൂന്നെണ്ണം വന്നാൽ അതിലെ ഹയ്യസ്റ്റ് ഉള്ള ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഓർഡർ എടുക്കുക. അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ. ഇനി ഡിഗ്രി കാണാൻ ചോദിച്ചാൽ ഡിഗ്രി എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇല്ല. ചില സമയങ്ങളിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതേണ്ട വരും. പക്ഷേ ഓർഡർ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ട്. ഡിഗ്രി കാണാൻ ചോദിച്ചാൽ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ്, പല ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വന്നാൽ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എടുത്തിട്ട് ആ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവിന് ഓൾറൈസ് ടു എത്ര വന്നു എന്ന് നോക്കുക. അതിൻ്റെ പവർ എടുക്കുക. അതാണ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് റൂട്ടിനകത്ത് വരികയോ 1/, ആയിട്ട് താഴെ വരികയോ ഒക്കെ ചെയ്താൽ അത് നോൺ പോളിനോമിയൽ ഫോമിൽ കിടക്കുകയാണ്. ഇ റേസ് ടു ആയിട്ട് വരിക, ഇ റേസ് ടു ആയിട്ട് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നോൺ പോളിനോമിയൽ ഫോമിലാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാനേ പോകണ്ട, നോട്ട് ഡിഫൈൻഡ് എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. രണ്ടുമെണ്ണം ഞാൻ പറഞ്ഞു. നോൺ പോളിനോമിയൽ ഫോം നിങ്ങൾ വേണമെങ്കിൽ എഴുതുക. റൂട്ടിനകത്ത് വരിക ഡെറിവേറ്റീവ് രൂപങ്ങൾ, 1/, ആയിട്ട് വരിക ഡെറിവേറ്റീവ് രൂപങ്ങൾ, ഇ റേസ് ടു ആയിട്ട് വരിക ഡെറിവേറ്റീവ് രൂപങ്ങൾ. അതൊന്നും നോൺ പോളിനോമിയൽ ഫോമാണെന്ന് പറയും. അതൊക്കെ അങ്ങനെ വരുമ്പോൾ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അങ്ങനെ കിടന്നാൽ മതി. ഡിഗ്രി നോക്കാനേ പോകണ്ട, നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതിനകത്ത് സൊല്യൂഷൻ രണ്ട് തരമുണ്ട്. ജനറൽ സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരും.
ആ സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്കറിയത്തില്ലേ, ഒരു എക്സ് പ്ലസ് 5 = 8 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില കാണുവാണ് സൊല്യൂഷൻ കാണുക എന്നുള്ള ഒരു ഇക്വേഷൻ്റെ എക്സ് 3 ആണ്. ആ 3 എന്ന വില ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. 3 + 5 8. അതുപോലെ തന്നെ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ സൊല്യൂഷനകത്ത് എക്സും വൈയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കിട്ടുന്നത്. അതിനകത്ത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ഒക്കെ കാണും. എന്തായാലും ആ സൊല്യൂഷൻ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ക്വസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണമെന്നായി ചുരുക്കമുള്ളൂ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ഇൻ ദി ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. ജനറൽ സൊല്യൂഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ ജനറൽ സൊല്യൂഷനാണ് കാണുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻ പ്രത്യേകം പറയണം. അത് കാണണമെങ്കിൽ അങ്ങനെ സൊല്യൂഷൻ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ കാണുമ്പോൾ അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് വരും. അത് എത്ര എണ്ണം വേണമെങ്കിലും വരാം. എന്താണോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ അത്രയും ആർബിട്രറി കോൺസ്റ്റൻസ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ ആ സൊല്യൂഷനകത്ത് വരും. ജനറൽ സൊല്യൂഷൻ കണ്ട ശേഷം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് എക്സിനും വൈക്കും നമ്മൾ വിലയിടുമ്പോൾ കറക്റ്റായിട്ട് ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വില വരും. ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വില കൃത്യമായിട്ടിട്ട് ആ ജനറൽ സൊല്യൂഷനെ ഒന്നുകൂടെ എഴുതി കഴിയുമ്പോൾ ആ ജനറൽ സൊല്യൂഷൻ അറിയപ്പെടുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നാണ്. നിങ്ങൾ ഈ നോട്ട് അതേപടി വായിച്ച് പഠിക്കുമല്ല, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവർ തരും. അല്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ ചോദിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആ തരുന്നത് സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻ കാണാൻ ചോദിക്കുമ്പോൾ നമുക്ക് തരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ ചോദിക്കുമ്പോൾ നമുക്ക് തരുന്നത് സൊല്യൂഷനാണ്. സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് കിടപ്പുണ്ട്. എത്രയും ആർബിട്രറി കോൺസ്റ്റൻസ് കിടപ്പുണ്ടോ അത്രയും പ്രാവശ്യം തന്നിരിക്കുന്ന സൊല്യൂഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന സൊല്യൂഷൻ ഇക്വേഷൻ 1, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 2, ഒന്നുകൂടെ ചെയ്യേണ്ട വന്നാൽ ഇക്വേഷൻ 3, അങ്ങനെ 2 ഇക്വേഷൻ കിട്ടി. എല്ലാ ഇക്വേഷനും ഉപയോഗിച്ച് ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യണം, ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. 3 തരം ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി നമുക്ക് പഠിക്കാനുള്ളത്. അതെങ്ങനെ സോൾവ് ചെയ്യാം? ആദ്യത്തെ വേരിയബിൾ സെപ്പറബിൾ. നമ്മുടെ ക്വസ്റ്റിനിൽ തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ എക്സിൻ്റെ കാര്യങ്ങളും ഡി എക്സ് ഒരു സൈഡും വൈയുടെ കാര്യങ്ങളും ഡി വൈയും മറു സൈഡുമായിട്ട് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അത് വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതാണെന്ന് തിരിച്ചറിഞ്ഞാൽ വി എസ് എന്ന് എഴുതിയിട്ട് ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് എഴുതി 2 സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒരു സൈഡ് കോൺസ്റ്റൻറ്റ് സി കൊടുക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx ഈ രൂപത്തിലാക്കാൻ പറ്റില്ല. പിന്നെ എഴുതാൻ പറ്റുന്നത് എക്സും വൈ ഒന്നിച്ചെടുക്കുന്നതിന് മുറിക്കാൻ പറ്റിയല്ല. dy by d സമം എന്ന് എഴുതി വയ്ക്കാനേ പറ്റുന്നുള്ളൂ. എങ്കിൽ അത് ഹോമോജിനിയസ് ആണ്. അതിൽ പൊട്ടും വൈയുടെ സ്ഥാനത്ത് വി എക്സും dy by dx വി പ്ലസ് എക്സ് dv by dx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഹോമോജിനിയസ് ഈ പറയുന്ന വേരിയബിൾ സെപ്പറബിൾ രൂപമാവും. പക്ഷേ എക്സിൻ്റെ ഫംഗ്ഷനും ഡി എക്സ് ഒരു സൈഡും വിയുടെ ഫംഗ്ഷനും ഡി വിയുമാണ് മറു സൈഡും വരുന്നത്. അതിനൊന്നും കുഴപ്പമില്ല. വേരിയബിൾ സെപ്പറബിളാന്ന് എഴുതി മുകളിലത്തെ പോലെ ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡ് കോൺസ്റ്റൻ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ആവും. പക്ഷേ അതിനകത്ത് വി കിടക്കുകയാണ്. വി മാറി വൈ ബൈ എക്സ് എന്ന് കൊടുക്കണമെന്ന് മാത്രം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 തരമുണ്ട്. ആദ്യത്തെ ടൈപ്പ് dy by dx പ്ലസ് പി വൈ സമം ക്യൂ ആണ്. അതിനെ ഇവിടെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ആയിരിക്കണം. വേണമെങ്കിൽ ഒന്ന് എഴുതിയിടണം. കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1, ഇവിടെയും കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് 1 ഒന്ന് എഴുതിയിട്ടേക്കണം. ആദ്യം ഐ എഫ് കാണണം. ഇതെങ്ങനെയാണ് ലീനിയർ ആണോ എന്ന് തിരിച്ചറിയണേ? dy by dx പ്ലസ് പി വൈ സമം ക്യൂ. വൈയുടെ കോയിഫിഷ്യൻ്റാണ് പി. ആ പി ഫംഗ്ഷൻ ഓഫ് എക്സ് വരികയോ കോൺസ്റ്റൻറ്റ് വരികയോ ചെയ്യുക. ഇവിടെയും ഫംഗ്ഷൻ ഓഫ് എക്സ് വരികയോ കോൺസ്റ്റൻറ്റ് വരികയോ ചെയ്യുക. ഇങ്ങനെയുള്ളത് തിരിച്ചറിയണം. ലീനിയർ ഫസ്റ്റ് ടൈപ്പ്. ഇപ്പോൾ ഐ എഫ് കാണുക, ഇറേസ്റ്റ് ഇൻ്റഗ്രൽ പി ഡി എക്സ്. സൊല്യൂഷൻ കാണുക, വൈ ഇൻറ്റു ഐ എഫ് ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. ഇനി ഡി എക്സ് ബൈ ഡി വൈ എന്ന് വരുന്ന ലീനിയർ സെക്കൻഡ് ടൈപ്പ് ആയിരിക്കും. ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് സമം ക്യൂ. പിയും ക്യൂവും ഫംഗ്ഷൻ ഓഫ് വൈ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്. അവിടുത്തെ ഐ എഫ് ഇറേസ്റ്റ് ഇൻ്റഗ്രൽ പി ഡി വൈ. സൊല്യൂഷൻ എക്സ് ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി വൈ പ്ലസ് സി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് എന്ത് എളുപ്പമുള്ള പാടാവുന്നത്. ആദ്യത്തെ ഒരു പ്രോബ്ലം കൂടി പറഞ്ഞ് ഇവിടെ വരെയുള്ള അതൊന്ന് പറഞ്ഞ് നിർത്തുവാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവർ തന്നിരിക്കുന്നു. ഇതാണ് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 0. ഞാൻ പറഞ്ഞില്ലേ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എക്സോ വൈയോ ഡെറിവേറ്റീവ് ഏതെങ്കിലുമൊക്കെ കാണും. ഡെറിവേറ്റീവ് മസ്റ്റായിട്ടും വേണം.
അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണിത്. അതിൻ്റെ ഓർഡർ ഡിഗ്രി കാണുക. ഓർഡർ കാണാൻ ചെയ്യേണ്ടത് അതിനകത്ത് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക. ഈ ഒറ്റ ഓർമ്മേ ഉള്ളൂ. ഇതാണ് ഹയസ്റ്റ് ഡെറിവേറ്റീവായിട്ട് അപ്പോൾ എടുക്കുന്നത്. ഓർമ്മേ ഉള്ളൂ, അത് തന്നെ ഹയസ്റ്റ് ആയിട്ട് അപ്പോൾ എടുക്കുന്നത്. രണ്ടെണ്ണം ഉള്ളപ്പോഴാണ് അതിൽ നിന്ന് ഹയസ്റ്റ് നോക്കിയെടുക്കേണ്ടത്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നോക്കിയെടുക്കേണ്ടത്. ഇത് ഓർമ്മേ ഉള്ളൂ. ഇതിൻ്റെ ഓർഡർ 2ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും 2ആണ്. ഡിഗ്രി എടുക്കാൻ പറഞ്ഞാൽ ഈ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന് ഓൾ റൈസ് ടു എത്രയാണ്? ഇതൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഓൾ റൈസ് ടു 1 ആണ്. അതുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 1 ആണ്. ഇത് നോൺ പോളിനോമിയൽ ഫോമൊന്നുമല്ല, പോളിനോമിയൽ ഫോം തന്നെയാണ്. നോൺ പോളിനോമിയൽ ഫോം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് റൂട്ടിനകത്ത് വരിക, ഇ റൈസ് ടു ആയിട്ട് വരിക, 1/, ആയിട്ട് വരിക. അതാണ് നോൺ പോളിനോമിയൽ ഫോം. അത് നിങ്ങളൊന്ന് കുറിച്ചിട്ട് പോകണം. ഈ ഏതൊക്കെയാണ്? റൂട്ടിനകത്ത് ഡെറിവേറ്റീവ് വരിക, 1/, ആയിട്ട് ഡെറിവേറ്റീവ് വരിക, ഇ റൈസ് ടു ആയിട്ട് ഡെറിവേറ്റീവ് വരിക. അതാണ് നോൺ പോളിനോമിയൽ ഫോം. വെരിഫൈ ദാറ്റ് y = a cos x + b sin x where ab belongs to r is a solution of the differential equation. കണ്ടോ, ഇത് സൊല്യൂഷനാണ്. സൊല്യൂഷൻ പഠിച്ചില്ലേ? എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സൊല്യൂഷൻ എന്നല്ലേ പഠിച്ചത്. അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് കാണും. എയും ബിയും 2 ആർബിട്രറി കോൺസ്റ്റൻസ്. എയും ബിയുമാണ് 2 ആർബിട്രറി കോൺസ്റ്റൻസ്. ഇത് ഒരു സൊല്യൂഷനാണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണെന്ന് വെരിഫൈ ദാറ്റ് y = a cos x + b sin x ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ മോളിൽ കിടക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഇത് എന്ന് തെളിയിക്കുക. ഇതിൻ്റെ ഓർഡർ 2 ആയതുകൊണ്ട് ഇതിനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അത് ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയണേ. അപ്പോൾ y = a cos x + b sin x എടുത്തെഴുതി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ എത്തിച്ചിട്ട് ആ രീതിയിൽ കൊടുത്തു നോക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്താൽ പോരെ. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x d1/ds a - sin x + b cos x. ഒന്നോട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. ഡിഫറൻഷ്യേറ്റ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു x d2y/ds² - a sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x + b cos x-ൻ്റെ ഡെറിവേറ്റീവ് sin x. അപ്പോൾ 2 മൈനസ് വന്നു. അപ്പോൾ നമുക്ക് വേഗം കയറി അതിനെ -y എന്ന് എഴുതാം. അങ്ങനെ എല്ലാ കണക്കിലും എഴുതിക്കൊള്ളണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ d2/d² + y = 0. നമ്മൾ അറിയാതെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്തി. Therefore, y = a cos x + b sin x is a solution of the given differential equation. ഇത്രയും കാര്യമുള്ളൂ. എയും ബിയും നല്ല എളുപ്പമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതെന്ന് മനസ്സിലായി. അതിൻ്റെ ഓർഡർ 2 ആയതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 2 ആണെന്ന് മനസ്സിലായി. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിന് ഓൾ റൈസ് ടു 1 കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ റൈസ് ടു 1 ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി 1 ആണെന്ന് മനസ്സിലായി. ഇതൊരു സൊല്യൂഷനാണെന്ന് മനസ്സിലായി. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൽ ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. 2 ആർബിട്രറി കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ആയിരിക്കും എന്ന് മനസ്സിലായി. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്നത് ഈ സൊല്യൂഷൻ ഇത് ജനറൽ സൊല്യൂഷനാണ്. ഇതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. അതൊന്നും ജനറൽ സൊല്യൂഷനാണ്, പർട്ടിക്കുലർ സൊല്യൂഷനല്ല. ഈ എക്ക് 3 ബിക്ക് 4 കറക്റ്റ് വിലയിട്ട് y = 4 cos x + 3 sin x എന്നൊക്കെ എഴുതുമ്പോഴാണ് ഇത് പർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് മാറുന്നത്. നമ്മൾ തോന്നുന്ന വിലയിടുമല്ല, ക്വസ്റ്റ്യൻ തരും എങ്ങനെയാണ് എയുടെയും ബിയുടെയും വില കാണേണ്ടതെന്ന്. അപ്പോൾ ഈ ജനറൽ സൊല്യൂഷൻ ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് തന്നെ സൊല്യൂഷനാണെന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇതിനെ എടുത്തെഴുതി ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് d/dsഉം ഒന്നുകൂടെ ചെയ്ത് d2/ds² എത്തിയിട്ട് ചില കണക്ക് LHS എഴുതി അതിൽ വിലയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ 0 എന്ന RHS കിട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാ കണക്കും അങ്ങനെയല്ല. ഈ കണക്ക് d2/ds² ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് കയറി നമ്മൾ -y എന്നങ്ങ് എഴുതിയിട്ട് ഒരു സൈഡിലേക്ക് ആക്കി ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ചെന്ന് ചാടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ട പല കണക്കുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. ഇങ്ങനെ നമ്മൾ y കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒന്നാമത്തെ കണക്ക് ഉൾപ്പെടെ ഈ നോട്ട് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. ഈ നോട്ട് പഠിപ്പിച്ച ദിവസമായതുകൊണ്ട് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇന്ന് മാത്രം പരീക്ഷയില്ല. പക്ഷേ നാളെ തൊട്ട് അടുത്ത ദിവസം തൊട്ട് വൈകുന്നേരം 6 മണിക്ക് പരീക്ഷ ഉണ്ടായിരിക്കും.